മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഡീംഡ് ഇൻകം ആൻഡ് ക്ലബിംഗ് ഓഫ് ഇൻകം ആണ്. നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 5 ഹെഡ്സിലുള്ള ഇൻകം അഗ്രഗേറ്റ് ഇൻകം നമ്മൾ കണ്ടെത്തിയതിന് ശേഷം സെറ്റ് ഓഫ് ക്യാരി ഫോർവേഡ് ചെയ്ത് ആ കിട്ടിയ ഇൻകത്തിന് കൂടെ ഡീംഡ് ഇൻകവും അതുപോലെ തന്നെ ക്ലബിംഗ് ഓഫ് ഇൻകം കൂടി ചെയ്തിട്ട് വേണം ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീംഡ് ഇൻകം പഠിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ സെറ്റ് ഓഫും ക്യാരി ഫോർവേഡും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം പഠിക്കേണ്ടത് ഡീംഡ് ഇൻകം ആണ്. മറ്റുള്ള പേഴ്സൺസിൻ്റെ ഇൻകം നമുക്ക് പാരൻസിൻ്റെ വിൽപത്രം മൂലമോ അല്ലെങ്കിൽ അവരുടെ മരണശേഷമോ നമുക്ക് വന്നു ചേരുന്ന ഇൻകത്തിനെ ഡീംഡ് ഇൻകം എന്ന് നമ്മുടെ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ക്ലാസ്സിൽ അതൊന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ആ ഒരു ഇൻകം മാത്രമല്ല ഡീംഡ് ഇൻകം ആയിട്ട് വരുന്നത്. അപ്പോൾ ഡീംഡ് ഇൻകത്തിൻ്റെ ഒബ്ജക്റ്റാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. അപ്പോൾ ഒബ്ജക്റ്റീവ് ഓഫ് ഡീംഡ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അവോയ്ഡ് ദ ഇവേഷൻ ഓഫ് ടാക്സ്. ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡീംഡ് ഇൻകം എന്ന് പറയുന്നത് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഇൻകം ടാക്സ് അതോറിറ്റി പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റ് വരുന്നത് ക്യാഷ് ക്രെഡിറ്റ് ആണ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 68 ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് എപ്പോഴാണ് ഡീംഡ് ഇൻകം ആകുന്നത്? നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ക്രെഡിറ്റ് നമ്മൾ എൻ്റർ ചെയ്തതിന് ശേഷം അതിന് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ പ്രൂഫോ കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ക്രെഡിറ്റിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും? അക്കോർഡിംഗ് ടു സെക്ഷൻ 68 നമ്മൾ ഡീംഡ് ഇൻകം ആയിട്ട് കണക്കാക്കണം. അപ്പം ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ നമ്മൾ എൻട്രി ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിന് കറക്റ്റായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാത്തതിൻ്റെ പേരിൽ അതിനെ നമുക്ക് എന്തായിട്ട് പറയാം? ഡീംഡ് ഇൻകം ആയിട്ട് പറയാം. രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നത് സെക്ഷൻ 69 ആണ്. സെക്ഷൻ 69 പറയുന്നത് അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ അൺറെക്കോർഡഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല. ആ ഇൻകത്തിനെയും നമ്മൾ എന്തായിട്ട് പറയണം? ഡീംഡ് ഇൻകം ആയിട്ട് പറയണം. തേർഡ് കേസിൽ വരുന്നത് അൺറെക്കോർഡഡ് ആൻഡ് അൺഎക്സ്പ്ലെയിൻഡ് മണി. സെക്ഷൻ 69 സബ്സെക്ഷൻ എ പ്രകാരം മണി എന്ന് പറയുന്നത് ആക്ച്വൽ മണി തന്നെ ആകണമെന്ന് നിർബന്ധമില്ല. ബുള്ളിയനോ അല്ലെങ്കിൽ ജ്വല്ലറിയോ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? മണി ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ആ മണി നമ്മുടെ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ റെക്കോർഡ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ലെങ്കിൽ ആ ഇൻകത്തിനെ നമുക്ക് എന്തായിട്ട് പറയാവുന്നതാണ്? ഡീംഡ് ഇൻകം ആയിട്ട് പറയാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് സെക്ഷൻ 69 സബ്സെക്ഷൻ ബി ആണ്. എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നോട്ട് ഫുള്ളി ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കറക്റ്റായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. എന്തിലാണ് ഡിസ്ക്ലോസ് ചെയ്യാതിരിക്കുന്നത്? ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ കറക്റ്റായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഇൻകത്തിനെ നമുക്ക് എന്തായിട്ട് പറയാം? ഡീംഡ് ഇൻകം ആയിട്ട് സെക്ഷൻ 69 സബ്സെക്ഷൻ ബി പ്രകാരം ട്രീറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് സെക്ഷൻ 69C ആണ്. അൺഎക്സ്പ്ലെയിൻഡ് എക്സ്പെൻഡിച്ചർ. ഒരു എക്സ്പെൻഡിച്ചർ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് അതിന് പ്രോപ്പർ എക്സ്പ്ലനേഷൻ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ആ SSC എന്ത് ചെയ്യണം? അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചറിനെ ഡീംഡ് ഇൻകം ആയിട്ട് കണക്കാക്കേണ്ടതാണ്. നെക്സ്റ്റ് വരുന്നത് സെക്ഷൻ 69D ആണ്. ഹുണ്ടി ബോറോവൽസ് ആൻഡ് റീപേയ്മെൻറ്റ്സ്. ബോറോവൽസ് ഓൺ ഹുണ്ടീസ് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് റീപേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളത് അക്കൗണ്ട് PBE ചെക്ക് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഇൻകത്തിനെ നമുക്ക് എന്തായിട്ട് കണക്കാക്കണം? ഡീംഡ് ഇൻകം ആയിട്ട് കണക്കാക്കണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡീംഡ് ഇൻകം എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആക്ട് പ്രകാരം വരാവുന്നത്. ഏതൊക്കെയാണ്? സെക്ഷൻ 68 പ്രകാരം ക്യാഷ് ക്രെഡിറ്റ്, സെക്ഷൻ 69 പ്രകാരം അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ അൺറെക്കോർഡഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, സെക്ഷൻ 69A പ്രകാരം അൺറെക്കോർഡഡ് ആൻഡ് അൺഎക്സ്പ്ലെയിൻഡ് മണി, സെക്ഷൻ 69B പ്രകാരം എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നോട്ട് ഫുള്ളി ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്,
സെക്ഷൻ 69C പ്രകാരം അൺഎക്സ്പ്ലെയിൻഡ് എക്സ്പെൻഡിച്ചർ, സെക്ഷൻ 69D പ്രകാരം ഹുണ്ടി ബോറോവൽസ് ആൻഡ് റീപേയ്മെൻറ്റ്സ്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ഡീംഡ് ഇൻകം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടാക്സബിലിറ്റി എന്ന് പറയുന്നതാണ്. 60% ആണ് ഡീംഡ് ഇൻകത്തിൽ ടാക്സ് കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ സർചാർജ് 25%, പിന്നീട് സെസ്, എഡ്യൂക്കേഷൻ സെസ് 4% കൊടുക്കണം. അതാണ് ഡീംഡ് ഇൻകത്തിൻ്റെ കാറ്റഗറിയിൽ ടാക്സബിലിറ്റിയെ കുറിച്ച് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രകാരമുള്ള ആ സ്ലാബിൽ തന്നെയാണ് ടാക്സ് കൊടുക്കേണ്ടത്. അപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ബിലോ 60 കാറ്റഗറിയിൽ, ഏജ് കാറ്റഗറിയിൽ വരുന്നവരാണ്. ബിലോ 60 ഏജ് കാറ്റഗറിയിൽ വരുന്നവരാണ് എന്നുണ്ടെങ്കിൽ അവരുടെ റേറ്റ് ഓഫ് ടാക്സ് എങ്ങനെയാണ്? 2,50,000 വരെ ടാക്സ് ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ് 2,50,000 വരെ 5% ആണ്. പിന്നീട് വരുന്നതിന് നമുക്ക് 20%, 30% ആണ് ടാക്സ് റേറ്റ് വരുന്നത്. പിന്നീട് വരുന്നത് 60, 80 ഏജ് കാറ്റഗറിയിൽ വരുന്ന സീനിയർ സിറ്റിസൺസ് ആണ്. അവരുടെ ടാക്സ് ഇല്ലാത്തൊരു കാറ്റഗറി സ്ലാബ് എന്ന് പറയുന്നത് 3 ലക്ഷം വരെ ടാക്സ് ഉണ്ടായിരിക്കില്ല. ബാക്കി വരുന്ന 2 ലക്ഷത്തിന് 5% വരും. ബാക്കിയുള്ളതിന് 20%, 30% ആണ് ടാക്സ് റേറ്റ് വരുന്നത്. തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് സൂപ്പർ സീനിയർ സിറ്റിസൺ ആണ്. ഏജ് കാറ്റഗറി എബവ് 80 വരുന്ന കാറ്റഗറിയിലുള്ളവർക്ക് 5 ലക്ഷം വരെ ടാക്സ് വരുന്നില്ല. പിന്നീട് വരുന്നത് 20%, 30% എന്ന് പറയുന്ന ടാക്സ് റേറ്റ് ആണ് ഇവിടെ അപ്ലിക്കബിൾ ആകുന്നത്. അപ്പോൾ ഡീംഡ് ഇൻകം വരികയാണെങ്കിൽ അതിന് 60%, അതിന് 25% സർചാർജ്, 4% സെസ് വേണം. ബാക്കിയുള്ളത് ആസ് യൂഷ്വൽ നമ്മൾ മുമ്പ് എങ്ങനെയാണോ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് അതുപോലെ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ടേം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലബിംഗ് ഓഫ് ഇൻകം ആണ്. ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാരുടെ ഇൻകം നമ്മളിൽ വന്നു ചേരാണെങ്കിൽ, ഒരു SSCയിൽ വന്നു ചേരാണെങ്കിൽ ആ ഇൻകത്തിനെയാണ് നമുക്ക് എന്തായിട്ട് പറയാനായിട്ട് സാധിക്കുന്നത്? ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. അതായത് ഇൻകം ഓഫ് അതർ പേഴ്സൺസ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ SSC's ടോട്ടൽ ഇൻകം. ദാറ്റ് ഇൻകം ഈസ് നോൺ ആസ് ക്ലബിംഗ് ഓഫ് ഇൻകം. 10 ഐറ്റംസ് ആണ് ഈ ക്ലബിംഗ് ഓഫ് ഇൻകത്തിൽ സാധാരണ വരാറുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ട്രാൻസ്ഫർ ഓഫ് ഇൻകം വിത്തൗട്ട് ദ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സ്. അസറ്റ്സിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാതെ ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു സെക്ഷൻ 60 പ്രകാരം അവിടെ ടാക്സബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അതിനെ ക്ലബിംഗ് ഓഫ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും അതിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാത്തത് കൊണ്ട് അതിലുണ്ടാകുന്ന ഇൻകം ആരുടെ ഇൻകം തന്നെയായിട്ട് എടുക്കണം? ട്രാൻസ്ഫററുടെ ഇൻകം ആയിട്ട് തന്നെ എടുക്കണം എന്നുള്ളതാണ് സെക്ഷൻ 60 പ്രകാരം ക്ലബിംഗ് ഓഫ് ഇൻകത്തിൽ പറയുന്നത്. രണ്ടാമത്തെ കാറ്റഗറി സെക്ഷൻ 61 പ്രകാരം റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് സെക്ഷൻ 61 ആണ്. എന്തിനെയാണ് റിവോക്കബിൾ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്? റിവോക്കബിൾ ട്രാൻസ്ഫർ മീൻസ് ട്രാൻസ്ഫർ വിത്ത് പവർ ടു ടേക്ക് ബാക്ക് ദ അസറ്റ്. നമ്മൾ ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് അത് തിരിച്ചെടുക്കാനുള്ളൊരു പവർ ഉണ്ടെങ്കിൽ അതിനെയാണ് റിവോക്കബിൾ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അതിലൂടെ ഒരു ഇൻകം നമുക്ക് അറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? ക്ലബിംഗ് ഓഫ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അതായത് ഇൻകം അറൈസിങ് ടു എനി പേഴ്സൺ ആസ് എ റിസൾട്ട് ഓഫ് ദി റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ഷാൽ ബി ട്രീറ്റഡ് ആസ് ദ ഇൻകം ഓഫ് ദ ട്രാൻസ്ഫറർ. അപ്പോൾ അവിടെ ഇൻകം ആക്കുന്നത് ആരുടെയാണ്? ട്രാൻസ്ഫറുടെ ആണ് ഇൻകം ആക്കുന്നത്. അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ അസറ്റിൽ എന്തെങ്കിലും ഇൻകം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സെക്ഷൻ 61 പ്രകാരം അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? ക്ലബിംഗ് ഓഫ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണം. തേർഡ് വൺ വരുന്നത് സെക്ഷൻ 64 സബ്സെക്ഷൻ 1 സബ്സെക്ഷൻ 2 പ്രകാരം വരുന്നത് ഇൻകം ഓഫ് ദ സ്പൗസ് ആണ്. ആരെയാണ് ഇവിടെ സ്പൗസ് എന്ന് പറയുന്നത്? ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിനെയാണ് സ്പൗസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സെക്ഷൻ 64 സബ്സെക്ഷൻ 1 സബ്സെക്ഷൻ 2 പ്രകാരം ഇൻകം ഓഫ് ദ സ്പൗസ് എന്ന് പറയുന്നത് 2 കാറ്റഗറി ബേസിലാണ് നമ്മൾ ക്ലബിംഗ് ഓഫ് ഇൻകത്തിൽ നമുക്ക് എടുക്കേണ്ടത്. അതെന്താണ്? ഇൻകം ഓഫ് ദ സ്പൗസ് ബൈ വേ ഓഫ് സാലറി, കമ്മീഷൻ, ഫീസ് or any other forms of remuneration from a concern in which such individual has a substantial interest.
ആ ഇൻഡിവിജ്വലിന് ഒരു സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ഫേമിൽ നിന്നാണ് ഫീസ് അല്ലെങ്കിൽ സാലറി അല്ലെങ്കിൽ കമ്മീഷൻ സ്പൗസിന് കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് ഈ കാറ്റഗറിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. രണ്ടാമത്തെ സെക്ഷൻ പറയുന്നത് ഇഫ് എൻ അസറ്റ് എക്സ്ക്ലൂഡിംഗ് ഹൗസ് പ്രോപ്പർട്ടി ഈസ് ട്രാൻസ്ഫേർഡ് ബൈ എൻ ഇൻഡിവിജ്വൽ ടു ഹിസ് ഓർ ഹെർ സ്പൗസ് without adequate consideration, the income from such asset will be included in the income of the transferor. അതായത് ഒരു സ്പൗസിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് വിത്തൗട്ട് ആഡിക്വേറ്റ് കൺസിഡറേഷനിലാണ്. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇൻകം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് റെസിഡൻഷ്യൽ ഹൗസ് പറ്റില്ല, ബാക്കി ഏതെങ്കിലും ഒരു ഹൗസ് പ്രോപ്പർട്ടി അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു അസറ്റ് വേറൊരു ഇൻഡിവിജ്വലിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ട്രാൻസ്ഫേർഡ് ബൈ എൻ ഇൻഡിവിജ്വൽ ടു ഹിസ് ഓർ ഹെർ സ്പൗസ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതിൽ വിത്തൗട്ട് ആഡിക്വേറ്റ് കൺസിഡറേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അതിനെയും നമുക്ക് എന്തായിട്ട് പറയാം, ട്രാൻസ്ഫറർക്ക് ആ എസറ്റുമേൽ ലഭിക്കുന്ന ഇൻകത്തിനെ നമുക്ക് എന്തായിട്ട് പറയാം, ക്ലബിംഗ് ഓഫ് ഇൻകം ആയിട്ട് പറയാം. നെക്സ്റ്റ് വൺ വരുന്നത് ഇൻകം ഓഫ് ഡോട്ടർ ഇൻ ലോ ആണ്. സെക്ഷൻ 64 സബ്സെക്ഷൻ 1(4) പ്രകാരമാണ് എന്താ പറയുന്നത്, ഇൻകം ഓഫ് ഡോട്ടർ ഇൻ ലോ എന്ന് പറയുന്നത്. ഡോട്ടർ ഇൻ ലോയ്ക്ക് വിത്തൗട്ട് ആഡിക്വേറ്റ് കൺസിഡറേഷൻ നമ്മൾ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ പ്രോപ്പർട്ടിയിന്മേ എന്തെങ്കിലും ഇൻകം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫറർ അദ്ദേഹത്തിൻ്റെ ഇൻകത്തിലാണ് ക്ലബിംഗ് ഓഫ് ഇൻകം ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ വരുന്നത് ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ടു അനദർ പേഴ്സൺ ഓർ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ സ്പൗസ്. സെക്ഷൻ 64 സബ്സെക്ഷൻ 1(7) പ്രകാരം ഇവിടെ പറയുന്നത് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള അസറ്റ് ആർക്കായിരിക്കണം, ഒരു പേഴ്സണോ അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺസിനോ ആയിരിക്കാം ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. പക്ഷെ അവിടെ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ സ്പൗസ്, സ്പൗസിൻ്റെ താല്പര്യപ്രകാരം സ്പൗസിന് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ പ്രോപ്പർട്ടി ഒരു പേഴ്സണോ അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സണോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആ എസറ്റിൽ നിന്ന് എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ അത് ട്രാൻസ്ഫറുടെ ഇൻകം ആയിട്ട് വേണം ക്ലബിംഗ് ഓഫ് ഇൻകത്തിൽ സെക്ഷൻ 64 സബ്സെക്ഷൻ 1 സബ്സെക്ഷൻ 7 പ്രകാരം ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്നത് ട്രാൻസ്ഫർ ഓഫ് എസറ്റ് ആണ് ടു എ പേഴ്സൺ ഓർ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് സൺസ് വൈഫ്. മകൻ്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബെനിഫിറ്റ് ലഭിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു അസറ്റ് ഒരു പേഴ്സണോ അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺസിനോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ട് ആ അസറ്റിൽ നിന്ന് എന്തെങ്കിലും ഇൻകം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻകം ട്രാൻസ്ഫറുടെ ക്ലബിംഗ് ഓഫ് ഇൻകം ആയിട്ട് എടുക്കണം. അക്കോർഡിംഗ് ടു സെക്ഷൻ 64 സബ്സെക്ഷൻ 1 സബ്സെക്ഷൻ 8 പ്രകാരം മകൻ്റെ ഭാര്യയ്ക്കാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അത് ആർക്കാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കേണ്ടത്, ഏതെങ്കിലും ഒരു പേഴ്സണോ അല്ലെങ്കിൽ അസോസിയേഷൻ ഓഫ് പേഴ്സൺസിനായിരിക്കാം. പക്ഷെ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആർക്കായിരിക്കണം ലഭിക്കേണ്ടത്, മകൻ്റെ ഭാര്യയ്ക്കായിരിക്കണം ലഭിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഇൻകത്തിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്, ക്ലബിംഗ് ഓഫ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഇൻകം ഫ്രം ബിസിനസ് ആണ്. സെക്ഷൻ 64 സബ്സെക്ഷൻ 1 പ്രകാരം ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്പൗസ് ഓർ സൺസ് വൈഫ് ആൻഡ് സച്ച് അസറ്റ്സ് ആർ ഇൻവെസ്റ്റഡ് ബൈ ദ ട്രാൻസ്ഫറി ഇൻ എനി ബിസിനസ്. സ്പൗസിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭാര്യയ്ക്കോ ട്രാൻസ്ഫർ ചെയ്ത പ്രോപ്പർട്ടി ആ ട്രാൻസ്ഫർ ഏതെങ്കിലും ഒരു ബിസിനസ്സിലാണ് അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഇൻകം ആരുടെ ഇൻകം ആയിട്ട് എടുക്കണം, ട്രാൻസ്ഫറുടെ ഇൻകം ആയിട്ട് എടുക്കണം. അപ്പോൾ ഇവിടെ പറയുന്നത് ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്ന സെക്ഷൻ 64 സബ്സെക്ഷൻ 1 പ്രകാരം പറയുന്നത് സ്പൗസിനോ അല്ലെങ്കിൽ മകൻ്റെ ഭാര്യയ്ക്കോ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയും ട്രാൻസ്ഫറി ആ പ്രോപ്പർട്ടി അല്ലെങ്കിൽ അസറ്റ് ഏതെങ്കിലും ഒരു ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് ട്രാൻസ്ഫറുടെ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്നുള്ളതാണ് ക്ലബിംഗ് ഓഫ് ഇൻകം അണ്ടറിൽ സെക്ഷൻ 64 സബ്സെക്ഷൻ 1 വരുന്ന പ്രൊവിഷൻസ്. നെക്സ്റ്റ് വൺ വരുന്നത് ഇൻകം ഓഫ് എ മൈനർ ചൈൽഡ് ആണ്. സെക്ഷൻ 64 സബ്സെക്ഷൻ 1(a) പ്രകാരം അത് ക്ലബിംഗ് ഓഫ് ഇൻകം ആയിട്ട് എടുക്കണം. അവിടെ രണ്ട് കണ്ടീഷൻ പറയുന്നത് ആ മൈനർ ചൈൽഡിൻ്റെ പാരൻറ്റിൻ്റെ മാരേജ് സബ്സിസ്റ്റ് ആണോ എന്നുള്ളതാണ്. ആ പാരൻറ്റിൻ്റെ മാരേജ് സബ്സിസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആർക്കാണോ ടോട്ടൽ ഇൻകം ഗ്രേറ്റർ ആയിട്ട് വരുന്നത് ആ പേഴ്സൺസിൻ്റെ ഇൻകത്തിലാണ് ക്ലബിംഗ് ഓഫ് ഇൻകം ആയിട്ട് എടുക്കേണ്ടത്.
അതേസമയം മൈനർ ചൈൽഡിൻ്റെ പാരൻറ്റിൻ്റെ മാരേജ് സബ്സിസ്റ്റ് അല്ല, ആ പ്രീവിയസ് ഇയറിൽ സബ്സിസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ആരാണോ ആ മൈനർ ചൈൽഡിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണോ കെയർ ടേക്കർ, അദ്ദേഹത്തിൻ്റെ ഇൻകത്തിലായിരിക്കും ക്ലബിംഗ് ഓഫ് ഇൻകം ആയിട്ട് നമ്മൾ എടുക്കേണ്ടത്. നെക്സ്റ്റ് വരുന്നത് ട്രാൻസ്ഫർ ഓഫ് എൻ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി ഓർ സെൽഫ് എക്വയർഡ് പ്രോപ്പർട്ടി ടു എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഒരു ഇൻഡിവിജ്വൽ, ഒരു SSC, അദ്ദേഹത്തിൻ്റെ അസെറ്റ് ആർക്കാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്? ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. ആ പ്രോപ്പർട്ടി അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ സെൽഫ് എക്വയർഡ് പ്രോപ്പർട്ടി ആയിരിക്കാം. പക്ഷെ ആ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ പേഴ്സൺ ആ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലെ മെമ്പർ ആയിരിക്കണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സെക്ഷൻ 64 സബ്സെക്ഷൻ 2 പ്രകാരം എന്തായിട്ട് എടുക്കണം? ക്ലബിംഗ് ഓഫ് ഇൻകം ആയിട്ട് എടുക്കണം. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഒരു SSC ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമ്പോൾ ആ പേഴ്സൺ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലെ മെമ്പർ ആയിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ സെൽഫ് എക്വയർഡോ പ്രോപ്പർട്ടി ആണെങ്കിലാണ് സെക്ഷൻ 64 സബ്സെക്ഷൻ 2 പ്രകാരം ക്ലബിംഗ് ഓഫ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ വരുന്നത് ബിനാമി ട്രാൻസാക്ഷൻ ആണ്. എന്തിനെയാണ് നമ്മൾ ബിനാമി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്? ഒരു പേഴ്സൺ അദ്ദേഹത്തിൻ്റെ ട്രാൻസാക്ഷൻ വേറൊരാളുടെ പേരിൽ ചെയ്യുമ്പോഴാണ് ആ ട്രാൻസാക്ഷൻ എന്തായിട്ട് പറയുന്നത്? ബിനാമി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അവിടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടാക്സ് ബർഡൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബിനാമി ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. ആ ബിനാമി ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇൻകം റിയൽ പേഴ്സൻ്റെ ഇൻകത്തിലാണ് ക്ലബിംഗ് ഓഫ് ഇൻകം ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ബിനാമി എന്ന് പറയുമ്പോൾ when a person enters into a transaction in the name of another person to avoid tax, it will be treated as a ബിനാമി ട്രാൻസാക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ബിനാമി ട്രാൻസാക്ഷൻ മൂലം ഉണ്ടാകുന്ന ഇൻകം എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? അത് റിയൽ പേഴ്സൻ്റെ ഇൻകത്തിലാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത് ഇതിൽ വേറൊരു പേഴ്സൻ്റെ ഇൻകം ആ SSCയുടെ ടോട്ടൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് ആ ഇൻകത്തിന് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ക്ലബിംഗ് ഓഫ് ഇൻകം ആയിട്ട് പറയുന്നത്. 10 ഐറ്റമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 60 ട്രാൻസ്ഫർ ഓഫ് ഇൻകം വിത്തൗട്ട് എ ട്രാൻസ്ഫർ ഓഫ് അസെറ്റ്, സെക്ഷൻ 61 റിക്കവറബിൾ ട്രാൻസ്ഫർ ഓഫ് അസെറ്റ്, സെക്ഷൻ 64 സബ്സെക്ഷൻ 1 സബ്സെക്ഷൻ 2 ഇൻകംസ് ഓഫ് സ്പൗസ്, സെക്ഷൻ 64 സബ്സെക്ഷൻ 1 സബ്സെക്ഷൻ 4 ഇൻകം ഓഫ് ഡോട്ടർ ഇൻ ലോ, transfer of asset to other persons or association of persons for the benefit of spouse, section 64 subsection 1 subsection 7 transfer of asset to a person or association of persons for the benefit of son's wife, section 64 subsection 1 subsection 8 income of business, section 64 subsection 1 income of a minor child, section 64 subsection 1A transfer of individual property or self-acquired property to a Hindu undivided family, section 64 subsection 2. Then the last one, ബിനാമി ട്രാൻസാക്ഷൻ. അപ്പോൾ ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആ പ്രോബ്ലത്തിൽ മിസ്റ്റർ വിജയൻ്റെ ടോട്ടൽ ഇൻകമാണ് ആ ഫാമിലിയുടെ, മിസ്റ്റർ വിജയൻ്റെ ഫാമിലിയുടെ ടോട്ടൽ ഇൻകമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ മിസ്റ്റർ വിജയന് ബിസിനസ്സിൽ നിന്ന് 3 lakh ഇൻകം കിട്ടിയിട്ടുണ്ട്. മിസ്സിസ് വിജയന് എംപ്ലോയ്മെൻറ്റിൽ 2 lakh ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. മൈനർ സൈനിന് 10,000ഉം മൈനർ ഡോട്ടറിന് 6,000 ആണ് ഇൻകം ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മിസ്സിസ് വിജയൻ്റെ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻകം നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. എന്താണ് അതിന് കാരണം? മിസ്സിസ് വിജയൻ്റെ ആ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നതിൽ ഒരു സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതില്ല. അപ്പം മിസ്സിസ് വിജയൻസ് ഇൻകം ഈസ് അസസബിൾ ഇൻ ഹെർ ഹാൻഡ്സ്. അവരുടെ ഇൻകം അസസ് ചെയ്യുമ്പോഴാണ് മിസ്സിസ് വിജയൻ്റെ ഇൻകം എടുക്കേണ്ട കാര്യമുള്ളൂ. അല്ലാതെ ക്ലബിംഗ് പ്രൊവിഷൻസിൽ ഒരിക്കലും ഈ മിസ്സിസ് വിജയൻ്റെ ഇൻകം എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യുന്നില്ല. എന്താണ് അതിൻ്റെ കാരണം? സാലറി ഇൻകം അണ്ടിൽ ഇറ്റ് ഈസ് റിക്കവേർഡ് from a firm in which the other spouse has a substantial interest. അത് ആ ഇൻഡിവിജ്വൽ പേഴ്സണിൻ്റെ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് അവരുടെ സ്പൗസിന് ഉണ്ടെങ്കിൽ മാത്രം അതിൽ നിന്ന് കിട്ടുന്ന എംപ്ലോയ്മെൻറ്റ് സാലറി ആയിരിക്കാം, കമ്മീഷണറായിരിക്കാം, അല്ലെങ്കിൽ ഫീസ് ആയിരിക്കാം, അതെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ? ആ മിസ്സിസ് വിജയൻ്റെ ഇൻകം എടുക്കേണ്ട കാര്യമുള്ളൂ.
ഇവിടെ മിസ്സിസ് വിജയൻ്റെ ഇൻകം നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഏതൊക്കെ ഇൻകമാണ് നമുക്കിവിടെ വരുന്നത്? ഇൻകം ഫ്രം ബിസിനസ് 3 lakh മിസ്റ്റർ വിജയൻ്റെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് വരുന്നത് ഇൻകം ഫ്രം മൈനർ സണ്ണ് 10,000 വന്നിട്ടുണ്ട്. അതിൽ സെക്ഷൻ 10 സബ്സെക്ഷൻ 32 പ്രകാരം നമുക്ക് 1,500 എക്സംഷൻ ആണ്. അപ്പോൾ 10,000-ൽ നിന്ന് 1,500 എക്സംഷൻ വന്ന് ബാക്കിയുള്ള 8,500 ആണ് നമുക്ക് ടാക്സബിൾ ആയിട്ട് വരുന്നത്. രണ്ടാമത് വരുന്നത് ഇൻകം ഫ്രം മൈനർ ഡോട്ടർ, സെയിം തന്നെയാണ്. 6,000-ൽ നമുക്ക് എക്സംപ്റ്റഡ് ഇൻകം സെക്ഷൻ 10 സബ്സെക്ഷൻ 32 പ്രകാരം 1,500 രൂപയാണ് നമുക്ക് എക്സംഷൻ കിട്ടുന്നത്. അങ്ങനെ ടോട്ടൽ 4,500 നമുക്ക് എക്സംഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മൈനർ ചൈൽഡിൻ്റെ കേസിൽ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്, ഓരോ മൈനർ ചൈൽഡിനും സെക്ഷൻ 10 സബ്സെക്ഷൻ 32 പ്രകാരം 1,500 രൂപ വീതം നമുക്ക് എക്സംഷൻ ഉള്ളതാണ്. അതുകൊണ്ടാണ് ഇവിടെ വിജയൻ്റെ മൈനർ സണ്ണിനും അതുപോലെ തന്നെ മൈനർ ഡോട്ടറിനും അവരുടെ ഇൻകത്തിൽ നിന്ന് 1,500 രൂപ വീതം നമ്മൾ ഡിഡക്റ്റ് ചെയ്തിട്ടാണ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻകം ഫ്രം ബിസിനസ് 3 lakhും ഇൻകം ഫ്രം മൈനർ സണ്ണിൽ നിന്ന് 8,500 രൂപയാണ് വരുന്നത്. 10,000-ൽ നിന്ന് 1,500 കുറച്ച് ബാക്കിയുള്ള 8,500 രൂപയാണ് വരുന്നത്. പിന്നീട് വരുന്നത് മൈനർ ഡോട്ടറിൻ്റെ ഇൻകം നമുക്ക് 6,000-ൽ നിന്ന് 1,500 ഡിഡക്റ്റ് ചെയ്ത് ബാക്കി 4,500 രൂപയാണ് ഇൻകം ആയിട്ട് വരുന്നത്. അപ്പം മിസ്റ്റർ വിജയൻ്റെ ടോട്ടൽ ഇൻകം എങ്ങനെ കണക്കാക്കും? 3 lakh പ്ലസ് 8,500 പ്ലസ് 4,500, ദാറ്റ് ഈസ് 3,13,000, ദാറ്റ് ഈസ് ദ ടോട്ടൽ ഇൻകം. അപ്പോൾ എങ്ങനെയാണ് വിജയൻ്റെ ഫാമിലിയുടെ ഇൻകം ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ എടുത്തത് എന്നുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഒരു വലിയൊരു പ്രോബ്ലമാണ്. അതായത് നമ്മുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് ഇനി നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. 5 ഹെഡ് ഓഫ് ഇൻകം നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണം. അതിനുശേഷം സെറ്റ് ഓഫ് ക്ലബിംഗ് എന്ന് പറയുന്നത് എല്ലാം ചെയ്തതിന് ശേഷം ക്യാരി ഫോർവേഡ് ലോസസും അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ ആദ്യം ചോദ്യം വായിക്കാം. ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് ആർ ഫർണിഷ്ഡ് ബൈ മിസ്റ്റർ വിജയ് ഫോർ ദ പ്രീവിയസ് ഇയർ 2020-21. ഫസ്റ്റ് ഇൻഫോർമേഷൻ: he owns a house having a municipal value of rupees 1 lakh. He has let it out on a monthly rent of rupees 10,000 on which he paid a municipal tax of 5% of municipal value during the year. ഇദ്ദേഹത്തിൻ്റെ മുനിസിപ്പൽ വാല്യൂ 1 lakh ആണ്, പക്ഷെ മന്ത്ലി റെൻറ്റ് കിട്ടിയിട്ടുള്ളത് 10,000 ആണ്. സോ 10,000 × 12 ഒരു വർഷം എത്ര കിട്ടിയിട്ടുണ്ട്? 1,20,000 രൂപ കിട്ടിയിട്ടുണ്ട്. സോ വാട്ട് ഈസ് ദ ഗ്രോസ് ആനുവൽ വാല്യൂ? ഗ്രോസ് ആനുവൽ വാല്യൂ നമ്മൾ എന്തായിട്ട് എടുക്കും? 1,20,000 രൂപയായിട്ട് എടുക്കും. അതിൽ ആ ഗ്രോസ് ആനുവൽ വാല്യൂയിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്യുമ്പോഴാണ് നെറ്റ് ആനുവൽ വാല്യൂ കിട്ടുന്നത്, അല്ലേ? അപ്പോൾ മുനിസിപ്പൽ ടാക്സ് ഇവിടെ എത്രയാണ് പറഞ്ഞിട്ടുള്ളത്? മുനിസിപ്പൽ വാല്യൂവിൻ്റെ 5%, അതായത് 1,00,000-ൻ്റെ 5% മുനിസിപ്പൽ ടാക്സ് കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെ കിട്ടിയ 1,20,000-ൽ നിന്ന് ഈ മുനിസിപ്പൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നെറ്റ് ആനുവൽ വാല്യൂ കിട്ടുന്നത്. അതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നെറ്റ് ആനുവൽ വാല്യൂവിൻ്റെ എന്ത് കുറയ്ക്കണം? 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കുറച്ചാൽ കിട്ടുന്നതാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലുള്ള ഇൻകം. ഇനി രണ്ടാമത്തെ കേസ് നമുക്ക് നോക്കാം. ഹീ ഈസ് എംപ്ലോയ്ഡ് ഇൻ എ പ്രൈവറ്റ് ഫേം ആസ് എ കൺസൾട്ടൻറ്റ്. He got a salary of rupees 30,000 per month, DA at the rate of 20% of salary and a medical allowance of rupees 30,000 per annum. ഇവിടെ നമ്മൾ ഇൻകം ഫ്രം സാലറി നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത് 30,000 പെർ മന്ത് ആണ് തന്നിട്ടുള്ളത്. സോ ഇൻറ്റു 12 ചെയ്യുക, 3,60,000 ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു വർഷത്തെ സാലറി എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? DA കൂട്ടണം. 20% ഓഫ് സാലറിയാണ്. 3,60,000-ൻ്റെ 20% കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? DA കിട്ടി. മെഡിക്കൽ അലവൻസും കൂടി ടാക്സബിൾ ആണ്, നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണം. 30,000 പെർ ആനം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അദ്ദേഹത്തിൻ്റെ ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത് ലഭിക്കും.
നെക്സ്റ്റ് നോക്കാം. ഹി ക്യാരീസ് ഓൺ എ ബിസിനസ് ഫ്രം വിച്ച് ഹി ഏൺഡ് എ നെറ്റ് പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 2,40,000 ബിഫോർ ചാർജിങ് ഡിപ്രീസിയേഷൻ ഓഫ് റുപ്പീസ് 20,000 ആൻഡ് എ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ റുപ്പീസ് 25,000. ഇൻകം ഫ്രം ബിസിനസ് നമുക്ക് തന്നിട്ടുള്ളത് 2,40,000 രൂപയാണ്. പക്ഷെ അവരുടെ കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 20,000 വന്നിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 25,000 വന്നിട്ടുണ്ട്. അപ്പോൾ ഇൻകം ഫ്രം ബിസിനസ് കമ്പ്യൂട്ട് ചെയ്യാൻ നമുക്ക് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എടുക്കേണ്ട കാര്യമില്ല, അത് ആഡ് ആൻഡ് ലെസ് വരുന്നതാണ്. ഇവിടെ നമ്മൾ എടുക്കേണ്ടത് 2,40,000 നിന്ന് 20,000 കറണ്ട് ഇയറിലെ ഡിപ്രീസിയേഷൻ ഡിഡക്റ്റ് ചെയ്താൽ കിട്ടുന്നതാണ് ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡ്യൂറിംഗ് ദ ഇയർ 2020-21 ഹി റിസീവ്ഡ് ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ് റുപ്പീസ് 1,35,000 ദാറ്റ് ഈസ് ഗ്രോസ് എമൗണ്ട് ആൻഡ് ഡിവിഡൻഡ് ഫ്രം എൻ ഇന്ത്യൻ കമ്പനി ഓഫ് റുപ്പീസ് 45,300. ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. രണ്ടും എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. രണ്ടും നമ്മുടെ ടാക്സബിൾ ഇൻകം ആയിട്ട് നമുക്ക് കണക്കാക്കേണ്ടതാണ്. നെക്സ്റ്റ് വരുന്നത് ഓൺ 18th February 2021 ഹി സോൾഡ് എ മെഷീനറി ഓഫ് ഹിസ് ബിസിനസ് ഫോർ റുപ്പീസ് 40,000. ഇറ്റ് ഹാസ് എ റിട്ടൺ ഡൗൺ വാല്യൂ ഓഫ് റുപ്പീസ് 35,000 ഓൺ 1/4/2020. 18th February 2021 ഇത് വിറ്റിട്ടുള്ളത്. പക്ഷേ ഇത് റിട്ടൺ ഡൗൺ വാല്യൂമേ ആയതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഗെയിൻ എന്ന് പറയുന്നത് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ വരുന്നത് എങ്ങനെയാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കുന്നത്? 40,000 ആണ് കൺസിഡറേഷൻ. അതിൽ നിന്ന് റിട്ടൺ ഡൗൺ വാല്യൂ 35,000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. ഇനി നെക്സ്റ്റ് വൺ ജ്വല്ലറി വർത്ത് റുപ്പീസ് 1,70,000 വിച്ച് ഹി പർച്ചേസ്ഡ് ഓൺ 15th July 2015 വാസ് സോൾഡ് ഫോർ റുപ്പീസ് 3 lakh ഓൺ 18th March 2021. 15th July 2015 ജ്വല്ലറി വാങ്ങിയിട്ടുള്ളത്. വിറ്റിട്ടുള്ളത് 18th March 2021 ആണ്. അതുകൊണ്ട് 36 മാസത്തിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ നിന്ന് കിട്ടുന്ന ഗെയിനെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്ന് പറയുന്ന 1,70,000 ഇൻഡെക്സ്ഡ് കോസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിൽ വരുന്ന ഇൻഡെക്സ്ഡ് എമൗണ്ട് വെച്ചുകൊണ്ട് വേണം നമുക്ക് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. എന്നിട്ട് ആ എമൗണ്ട് ആണ് 3 ലക്ഷം എന്ന് പറയുന്ന കൺസിഡറേഷനിൽ നിന്ന് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. And the last one, long-term capital loss rupees 42,598 was carried forward from the previous year 2017-18 and short-term capital loss of rupees 3,000 was carried forward from the previous year 2016-17. രണ്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് ഒരു 5,000 നേരത്തെ 40,000 മൈനസ് 35,000 നമുക്ക് 5,000 കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് 3,000 നമുക്ക് ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. ജ്വല്ലറി വിറ്റപ്പോൾ അവിടെയും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? കമ്പ്യൂട്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2021-22. അപ്പോൾ നമുക്ക് ബോർഡിൽ ഈ പറഞ്ഞ കാറ്റഗറി അതിൻ്റെ ഓർഡറിൽ തന്നെ നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഇൻകം ഫ്രം സാലറിയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് ഫ്രം ദ ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇൻകം ഫ്രം സാലറി ആദ്യത്തെ ഹെഡ് ഓഫ് ഇൻകം ആണ് ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത്. ഇതിൽ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ബേസിക് സാലറി എത്രയാണ്? ബേസിക് സാലറി നമ്മളെങ്ങനെ കണക്കാക്കണം? 30,000 ആണ് പെർ മന്ത് തന്നിട്ടുള്ളത്. സോ 30,000 ഇൻറ്റു 12 എത്ര വരും? 3,60,000 വരും. ദെൻ ഡി എ 20% ആണ് പറഞ്ഞിട്ടുള്ളത്. ഈ 3,60,60,000 20% ആണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കേണ്ടത്? ഡി എ ആയിട്ട് കണക്കാക്കേണ്ടത്. സോ ദാറ്റ് ഈസ് 72,000. ദെൻ നമുക്ക് മെഡിക്കൽ അലവൻസ് കിട്ടിയിട്ടുണ്ട്. മെഡിക്കൽ അലവൻസ് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? മെഡിക്കൽ അലവൻസ് 30,000 ആണ്. സോ ആ 30,000 കൂടിയും നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഇൻകം ഫ്രം സാലറി നമുക്ക് ലഭിക്കും. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ 3,60,000 പ്ലസ് 72,000 പ്ലസ് 30,000 നമുക്ക് എത്ര കിട്ടി? 4,62,000 കിട്ടും.
ഈ 4,62,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഈ അസസ്മെൻറ്റ് ഇയറിൽ ഏതാണ് അസസ്മെൻറ്റ് ഇയർ 21-22 എത്ര രൂപ കിട്ടും? 50,000 കിട്ടും. ഈ 50,000 ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4,12,000 ആണ് ഇദ്ദേഹത്തിൻ്റെ ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണ് എടുക്കേണ്ടത്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. സോ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം? ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഇദ്ദേഹത്തിന് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഗ്രോസ് ആനുവൽ വാല്യൂ ആണ്. സോ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് 1,00,000 മുനിസിപ്പൽ വാല്യൂ. പക്ഷെ നമുക്ക് റെൻറ്റ് കിട്ടിയിട്ടുള്ളത് എത്രയാണ്? നമുക്ക് 1,20,000 രൂപ കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് എങ്ങനെയാണ് 1,20,000 കിട്ടിയത്? 10,000 രൂപ വെച്ചിട്ടാണ് റെൻറ്റ് കിട്ടിയിട്ടുള്ളത്. സോ ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഹയസ്റ്റ് ഫിഗർ ആണ് എടുക്കുന്നത്. അപ്പോൾ എത്ര രൂപ വരും? 1,20,000 രൂപ വരും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? മുനിസിപ്പൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്യാം. മുനിസിപ്പൽ ടാക്സ് എന്ന് പറയുന്നത് എത്രയാണ് വന്നിട്ടുള്ളത്? 1,00,000 രൂപയാണ് മുനിസിപ്പൽ വാല്യൂ. അതിൻ്റെ 5% ആണ് മുനിസിപ്പൽ ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എത്ര രൂപ വന്നിട്ടുണ്ട്? 5,000 വരും. ഈ 5,000 ഈ 1,20,000 നിന്ന് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ എത്ര വരും? 1,15,000 രൂപ വരും. ഈ 1,15,000 നിന്ന് ഈ കിട്ടിയത് എന്താണ്? നെറ്റ് ആനുവൽ വാല്യൂ ആണ്. സോ നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% എന്തുമേ കാണാം? ഈ നെറ്റ് ആനുവൽ വാല്യൂമേ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ 1,15,000 30% എന്ന് പറയുമ്പോൾ എത്ര രൂപ വരും? 34,500 വരും. ഈ 34,000 1,15,000 നിന്ന് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ എത്ര രൂപ വരും? 80,500 വരും. ഈ 80,500 ആണ് ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് ഇദ്ദേഹത്തിന് ലഭിക്കുന്ന ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടു. ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് മുനിസിപ്പൽ വാല്യൂ 1,00,000 ഉണ്ട്. പക്ഷേ റെൻറ്റ് നമുക്ക് 10,000 വെച്ച് ഒരു വർഷം നമുക്ക് കിട്ടിയത് 1,20,000 ആണ്. അതാണ് ഹയസ്റ്റ്. അത് നമ്മളെടുത്തു. മുനിസിപ്പൽ ടാക്സ് ഡിഡക്റ്റ് ചെയ്തു. അപ്പം നെറ്റ് ആനുവൽ വാല്യൂ കിട്ടി. ഈ നെറ്റ് ആനുവൽ വാല്യൂന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹൗസ് പ്രോപ്പർട്ടിയുമ്പോൾ കിട്ടുന്ന ഇൻകം കിട്ടി. നെക്സ്റ്റ് നമ്മൾ കണക്കാക്കേണ്ടത് ബിസിനസ് ഇൻകം ആണ്. ബിസിനസ് ഇൻകം നമ്മൾ കണക്കാക്കാനായിട്ട് എന്ത് ചെയ്യണം? ബിസിനസ് ഇൻകം കണക്കാക്കാൻ ഇവിടെ എന്താണ് ബിസിനസ് ഇൻകം പറഞ്ഞിട്ടുള്ളത്? ബിഫോർ ഡിപ്രീസിയേഷൻ നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 2,40,000 ആണ് ബിസിനസ് ഇൻകം പറഞ്ഞിട്ടുള്ളത്. ഈ 2,40,000 നിന്ന് നമുക്ക് എന്ത് ഡിഡക്റ്റ് ചെയ്യാം? ഡിപ്രീസിയേഷൻ ഡിഡക്റ്റ് ചെയ്യാം. ഈ കറണ്ട് ഇയറിലെ ഡിപ്രീസിയേഷൻ എത്രയാണ് വന്നിട്ടുള്ളത്? 20,000 ആണ് വന്നിട്ടുള്ളത്. ഈ 20,000 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ 2,20,000 ആണ് എന്ത്? ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എന്ന് പറയുന്നത് ക്ലീൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതിയും? കിട്ടിയിരിക്കുന്ന ഇൻകം ബിഫോർ ഡിപ്രീസിയേഷൻ ആയതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്? ലെസ് ഡിപ്രീസിയേഷൻ കണ്ട് ആക്ച്വൽ ബിസിനസ് ഇൻകം എന്ന് പറയുന്ന 2,20,000 വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ആണ്. ക്യാപിറ്റൽ ഗെയിനിൽ നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും ഉണ്ട്, അതുപോലെ തന്നെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കാം. ഈ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ മെഷീനറിയുടെ കോസ്റ്റ് എത്രയാണ്? 40,000 ആണ്. സോ 40,000 നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? 40,000 നിന്ന് റിട്ടേൺ ഡൗൺ വാല്യൂ ആണ് ഡിഡക്റ്റ് ചെയ്യേണ്ടത്. സോ റിട്ടേൺ ഡൗൺ വാല്യൂ എത്രയാണ്? 35,000 ആണ് റിട്ടേൺ ഡൗൺ വാല്യൂ. സോ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് എത്രയാണ്? 5,000 ആണ്. പക്ഷേ ഈ 5,000 എന്ത് ചെയ്യണം? നമുക്ക് സെറ്റ് ഓഫ് ഉണ്ട് അല്ലേ? ഏറ്റവും ലാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് പ്രീവിയസ് ഇയറിൽ എത്രയുണ്ട്? 3,000 ഉണ്ട്. സോ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് 3,000 അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2,000 rupees ആണ് നമുക്ക് എന്തായിട്ട് കിട്ടിയിട്ടുള്ളത്? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് കണ്ടുപിടിക്കാനുള്ളത്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ഈ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കാൻ ജ്വല്ലറി ആണ് വിറ്റിട്ടുള്ളത്. അതിൻ്റെ നെറ്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 3 lakh rupees ആണ്. ഈ 3 lakh rupees നമ്മൾ കാണേണ്ടത്. അതായത് 3 ലക്ഷം രൂപ ജ്വല്ലറി വിറ്റപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇല്ലേ? ആ ജ്വല്ലറി വിറ്റപ്പോൾ കിട്ടിയിട്ടുള്ളതുമേ നമുക്ക് എത്ര രൂപയാണ് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുക? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയതുകൊണ്ട് ഇൻഡെക്സ്ഡ് വാല്യൂ കണ്ടെത്തണം. എങ്ങനെയാണ് ഇൻഡെക്സ്ഡ് വാല്യൂ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക? ഇവിടെ ശ്രദ്ധിക്കുക, 1,70,000 ആണ് നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത്.
അല്ലേ? ഈ 1,70,000 ഇൻഡെക്സ്ഡ് റേറ്റ് എന്ന് പറയുന്നത് വിറ്റ വർഷത്തെ നോക്കി കഴിഞ്ഞാൽ എത്രയാണ്? 301 വാങ്ങിയ വർഷം ഏതാണ്? 254. അപ്പോൾ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ 1,70,000 ഇൻറ്റു 301 ഡിവൈഡ് ബൈ 254 ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര രൂപയാണ് നമ്മളുടെ കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്ന് പറയുന്നത്? ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ദാറ്റ് ഈസ് 2,01,457. ഈ 2,01,457 ആണ് നമ്മുടെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്ന് പറയുന്നത്. എത്രയാണ്? 2,01,457. അപ്പോൾ ബാക്കിയുള്ള എമൗണ്ട് അല്ലേ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ 3 ലക്ഷത്തിൽ നിന്ന് 2,01,457 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര രൂപയാണ് വരുന്നത്? 98,543 ആണ് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് വരുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? ലോങ് ടേം ക്യാപിറ്റൽ ലോസ് വരുന്നുണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ലാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് എത്ര രൂപയാണ് തന്നിട്ടുള്ളത്? 42,598 റുപ്പീസ് ആണ് നമുക്ക് എന്തായിട്ട് തന്നിട്ടുള്ളത്? ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ 98,543ൽ നിന്ന് 42,598 ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടും? 55,945 കിട്ടും. 55,945 കിട്ടും. ഇതാണ് നമ്മുടെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എന്താണ്? ഇൻകം ഫ്രം അതർ സോഴ്സ് ഉണ്ട്. അതർ സോഴ്സിലുള്ള ഇൻകം എന്ന് പറയുന്നത് ബാങ്ക് ഡെപ്പോസിറ്റ് കിട്ടിയിട്ടുണ്ട് ഇല്ലേ? ബാങ്ക് ഡെപ്പോസിറ്റ് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 1,35,000 കിട്ടിയിട്ടുണ്ട്. സോ 1,35,000. ദെൻ രണ്ടാമത്തെ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഡിവിഡൻഡ് ആണ്. ഈ ഡിവിഡൻഡ് എത്ര രൂപയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 45,300 ആണ്. സോ 45,300. ടോട്ടൽ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്നത് 1,35,000 പ്ലസ് 45,300 നമുക്ക് എത്ര കിട്ടി? 1,80,300. സോ ഇതാണ് നമ്മുടെ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളുടെ എല്ലാ ഇൻകം നമ്മൾ എഴുതി കഴിഞ്ഞു. അതായത് 5 ഡിഫറെൻറ്റ് ഹെഡ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നതിൽ നമുക്ക് എത്ര രൂപയാണ് കിട്ടിയിട്ടുള്ളത്? 4,12,000 കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ്, ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടിയ ഇൻകം എത്രയാണ്? 80,500 കിട്ടിയിട്ടുണ്ട്. ബിസിനസ് ഇൻകത്തിൽ നിന്ന് 2,20,000 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ക്യാപിറ്റൽ ഗെയിൻ, ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 2,000 കിട്ടിയിട്ടുണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്ര കിട്ടിയിട്ടുണ്ട്? 55,945 കിട്ടിയിട്ടുണ്ട്. അതർ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് 1,80,300 കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 5 സോഴ്സ് ഓഫ് ഇൻകത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ റെഡ് കൊണ്ട് മാർക്ക് ചെയ്തതെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മൾ ഔട്ടർ കോളത്തിൽ എഴുതേണ്ടത്. അതായത് ഈ റെഡ് കൊണ്ട് മാർക്ക് ചെയ്ത എമൗണ്ടുകളാണ് ഔട്ടർ കോളത്തിൽ വരിക ഓരോ ഹെഡിലും. അതായത് ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ്, ക്യാപിറ്റൽ ഗെയിനിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് അതർ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടി നമുക്ക് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടുന്നത്. സോ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ എല്ലാ എമൗണ്ടും, അതായത് 4,12,000 പ്ലസ് 80,500 പ്ലസ് 2,20,000 പ്ലസ് 2,000 പ്ലസ് 55,945 പ്ലസ് 1,80,300 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 9,50,745. 9,50,745 is the gross total income. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ്റെ ആക്ച്വൽ ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് ലഭിച്ചിട്ടുള്ളത്? നമ്മളുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്ന ഹെഡ് തുടങ്ങിയിട്ട് 5 ഹെഡ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് അതിനോടൊപ്പം തന്നെ അതിൽ സെറ്റ് ഓഫ് അല്ലെങ്കിൽ ക്യാരി ഫോർവേഡ് എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ അതും കൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഒരു എസ്സേ ക്വസ്റ്റിന് ചോദിക്കാവുന്നൊരു ചോദ്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സോൾവ് ചെയ്തിട്ടുള്ളത്.
നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എത്ര കണക്കുകളുണ്ട് അത്രയും കണക്കുകൾ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓരോ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓരോ ചാപ്റ്ററിലും നമ്മൾ പഠിച്ചിരുന്നു. അതും കൂടി ഇവിടെ അപ്ലൈ ചെയ്യണം. അതായത് ഓരോന്നിൻ്റെയും സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. സാലറി വന്നപ്പോൾ ഞാൻ 50,000 എടുത്തു. ഇവിടെ ഹൗസ് പ്രോപ്പർട്ടി ആയപ്പോൾ നെറ്റ് ആനുവൽ വാല്യൂവിൻ്റെ 30% ആണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഓരോ ഹെഡ് ഓഫ് ഇൻകത്തിൽ പറയുന്ന പ്രൊവിഷൻസും കൂടി അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക, കൂടുതൽ കണക്കുകൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം, ക്ലാരിഫൈ ചെയ്യണം. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.